തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ 5 വയസ്സുകാരന് ബൈക്ക് ഓടിക്കാൻ നൽകിയ സംഭവം മാതൃഭൂമി ന്യൂസാണ് 2 ദിവസം മുമ്പ് അതിന്റെ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. കുട്ടിയുടെ അച്ഛന്റെ അനുജനാണ് കുട്ടിയെ കൊണ്ട് ബൈക്കിന്റെ ഹാൻഡിൽ അന്ന് നിയന്ത്രിച്ചത്. ഇയാളുടെ ലൈസൻസും RC ബുക്കും ഇപ്പോൾ MVD പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. കുട്ടിയെ കൊണ്ട് ബൈക്ക് ഓടിപ്പിക്കുന്ന ദൃശ്യം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി പോയത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ ഗൗരവത്തോടുകൂടി ഒരു 3-4 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ കൈകളിലേക്ക് ആ ബൈക്കിന്റെ ഹാൻഡിൽ നൽകുന്നു. ഈ വ്യക്തി വളരെ കൂളായി ഇരിക്കുന്നു. ഇതായിരുന്നു നമ്മൾ പുറത്തേക്ക് വിട്ട ദൃശ്യം. ഇതിന്മേൽ നടപടി ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി ആര്, വ്യക്തിയുടെ ഡീറ്റെയിൽസ് എന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ MVD കടന്നിരിക്കുന്നത്? പ്രജീഷ്, നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. ഈ വാഹനത്തിന്റെ നമ്പർ ആദ്യം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. KL 19C 8999 എന്ന നമ്പറായിരുന്നു. ഈ നമ്പർ പരിശോധിച്ച് പാറശാല രജിസ്ട്രേഷൻ വാഹനമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാറശാല സ്വദേശിയായ നെടുവാൻവിള സ്വദേശിയായ ജേക്കബ് എന്ന ആളുടെ വാഹനമാണിതെന്ന് കണ്ടെത്തി. മാത്രമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയം, ഈ കുട്ടിയുടെ കൊച്ചച്ഛനാണ്, അച്ഛനല്ല, അച്ഛൻ്റെ സഹോദരൻ ആണ് ഈ ജേക്കബ്. ഈ കുട്ടിക്ക് LKGയിൽ പഠിക്കുന്ന കുട്ടി എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ RTO തിരുവനന്തപുരം RTO നമ്മളെ അറിയിച്ചിരുന്നത്. അതായത് 6 വയസ്സിന് താഴെ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ കയ്യിലേക്കാണ് ഈ ബൈക്കിന്റെ നിയന്ത്രണം, അതും ഏറ്റവും തിരക്കേറിയ ഈ ബൈപ്പാസ് റോഡിൽ ഈ കൊച്ചച്ഛൻ നൽകിയത് എന്നത് ഗൗരവതരമായ നിയമലംഘനം എന്നതിനുപരി ജീവന് എന്ത് വില കൽപ്പിക്കുന്നു എന്നതാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ നടപടിയിലേക്ക് ഇയാളെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ആശ്വാസകരമല്ലേ? കാരണം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള തടയിടൽ ഉണ്ടായിരിക്കുന്നു, അതല്ലേ? തീർച്ചയായിട്ടും ഈ വാഹനം പിടിച്ചെടുത്തു. ഈ ജേക്കബ് എന്ന ആളുടെ ലൈസൻസ്, RC ബുക്ക്, ഇവയെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നടപടിക്രമത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ ഒരാഴ്ചത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിയമപരമായ ഒരു നടപടിക്രമമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ലൈസൻസും റദ്ദാക്കും, ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കുമെന്ന് RTO അറിയിച്ചിട്ടുണ്ട്.